ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ഭാഷയെക്കുറിച്ചൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പിണറായി വിജയൻ എന്തും പറയാം, പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ പാടില്ല. മിസ്റ്റർ വിജയൻ ഈ കാര്യത്തിൽ കുറേ കൂടി ഔന്നത്യം കാണിക്കേണ്ട ആളാണ്. അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ്, സഭയുടെ നേതാവാണത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ മെമ്പർമാരോടും ഉത്തരവാദിത്തമുള്ള ആളാണ്. പക്ഷേ മിസ്റ്റർ വിജയൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരിക്കലും മിസ്റ്റർ വിജയൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ അദ്ദേഹത്തിന് ഇപ്പം ഈ കരിങ്കൊടി പ്രകടനം നടത്തിയത് അത് ചാനലുകൾ വാടകയ്ക്കെടുത്തവരാണെന്ന് തോന്നലുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സർവ്വകക്ഷി യോഗം വിളിച്ചത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നു. കക്ഷിയോഗം വിളിച്ചിട്ടില്ല, അങ്ങനെ ബന്ധപ്പെട്ട ആളിനെ മാത്രമാണ് വിളിച്ചതെന്ന് സ്പീക്കറുടെ വിശദീകരണം വന്നിട്ടുണ്ട്. ഏതായാലും ചില ഗൗരവതരമായിട്ടുള്ള അറിവില്ലായ്മകൾ മുഖ്യമന്ത്രിക്ക് സംഭവിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ പോലെ ഒരാളങ്ങനെ പറയാൻ പാടുണ്ടോ? ചാനലുകൾ വാടകയ്ക്കെടുത്ത മൂന്നോ നാലോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നെ കരിങ്കൊടി കാണിച്ചതെന്ന്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സിന് സമരം ചെയ്യാൻ ഏതായാലും പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ മൂന്ന് KSU പ്രവർത്തകർ കരിങ്കൊടി കാട്ടുന്നത് ചാനലുകൾ വാടകയ്ക്കെടുത്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ചാനലുകളെ അപമാനിക്കുന്നു, രണ്ട് യൂത്ത് കോൺഗ്രസ്സിനെ അപമാനിക്കുന്നു. മാത്രമല്ല, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മിസ്റ്റർ വിജയന് ആ വിവരങ്ങൾ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. കാരണം എല്ലാ ദിവസവും രാവിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് നമുക്ക് കിട്ടും. അദ്ദേഹം 9:30 മണിക്ക് നിയമസഭയിൽ ഈ കാര്യം പറയുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്, ഈ 5 പ്രവർത്തകരുടെ പേര് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ചാനലുകളോടും മാധ്യമങ്ങളോടും അദ്ദേഹത്തിന് പണ്ട് തൊട്ടേ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഫലപ്രദമായി പ്രയോഗിക്കാനുള്ള വേദിയായി ഇത് മാറ്റിയത് തികച്ചും ദൗർഭാഗ്യകരമായി. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് UDF നേതാക്കൾ ഘോഷയാത്രയായിട്ട് ജയിലിലേക്ക് പോകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അക്രമ രാഷ്ട്രീയം UDF കളിക്കുന്നത് എന്നാണ്. സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് ആരാണ് രാഷ്ട്രീയം നടത്തിയിട്ടുള്ളത്, അക്രമ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്? കോടിയേരി ബാലകൃഷ്ണൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. ആരാണ് ഇതൊക്കെ ചെയ്ത്? ഞങ്ങളാരും അങ്ങനെ അക്രമ സമരങ്ങളൊന്നും നടത്തിയിട്ടില്ലല്ലോ. പിന്നെ ആര് ജയിലിൽ പോവും, ആര് ജയിലിൽ പോകണ്ടെന്നൊക്കെയുള്ള നാളെ കാലം തീരുമാനിക്കട്ടെ. ഈ ഹർത്താൽ നിങ്ങൾ നടത്തി എന്നുള്ളത് ശരിയാണ്. ഒരു സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് ഈ ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി ഒതുക്കി എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അതിനെപ്പോലും വിമർശിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന 2 പേർ ഉപാധ്യക്ഷന്മാരായിരിക്കുന്ന VD സതീശൻ FB പോസ്റ്റ് ചെയ്യുന്നു, MMS കത്ത് തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് ഒരു ഉചിതമായ നടപടിയാണോ ഈ ഘട്ടത്തിൽ? നമ്മൾ ഒരു സമരരംഗത്ത് നിൽക്കുകയും 140ഓളം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകന്മാർ ഭീകരമായ മർദ്ദനമേൽക്കുകയും ജയിലിൽ ഇന്നവരെ ഞാൻ പോയി ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ പ്രവർത്തകന്മാരുടെ മൊത്തത്തിലുള്ള വികാരം കേരള വ്യാപകമായ ഒരു ഹർത്താൽ വേണമെന്നുള്ളതായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ്, കാരണം ഒറ്റയടിക്ക് കേരളം മുഴുവൻ വൈകുന്നേരം 4 മണിക്ക് ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ്, എന്നാൽ പ്രവർത്തകരുടെ വികാരം കൂടി മാനിക്കുകയും ജയിലിലും ലോക്കപ്പിലും ആശുപത്രിയിലും കഴിയുന്ന പ്രവർത്തകന്മാരുടെ വികാരത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താൽ നടത്താൻ. പക്ഷേ അത് താങ്കളുടെ സഹപ്രവർത്തകർക്ക് മനസ്സിലായില്ല? അല്ല, അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം MMS-നും സതീശനും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും ഹർത്താലിനോടുള്ള അവരുടെ സമീപനം ഇത് തന്നെയായിരുന്നു. അപ്പോൾ അവരതിനകത്തൊരു അഭിപ്രായം പറഞ്ഞു എന്ന് കരുതി അതിനെ ഞാൻ വിമർശിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷെ ഹർത്താലിനെ സംബന്ധിച്ചിടത്തോളം എന്നെ വിമർശിച്ചു. ഞാൻ ബില്ല് അവതരിപ്പിച്ച ആൾ തന്നെ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു. ശരിയാണ്, ഞാൻ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ലിനെ ആരാ എതിർത്തത്? ഇടതുപക്ഷമല്ലേ. ആ ബില്ല് നിയമമായിരുന്നെങ്കിൽ ഞാനിത് ചെയ്യുമായിരുന്നില്ലായിരുന്നല്ലോ. നിയമത്തെ എനിക്ക് അത് ലംഘിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ബില്ലിനെ എതിർത്ത് പരാജയപ്പെടുത്തിയ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമാണ് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഹർത്താൽ ഞാൻ ആഹ്വാനം ചെയ്തു എന്നുള്ളത്. ഏതായാലും ആ ഹർത്താൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ്. അനാവശ്യമായ ഹർത്താലുകൾ UDF പ്രഖ്യാപിക്കുകയില്ല എന്നുകൂടി തന്നെ ഉറപ്പ് നൽകുന്നു.